ഇന്നലെ 2 പെൺകുട്ടികൾ മരണപ്പെട്ട വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രവിച്ചത്. കാരണം ഇവിടെ എത്തിയ 2 പെൺകുട്ടികൾ യാതൊരു സംരക്ഷണവുമില്ലാതെ എക്കോ ടൂറിസത്തിൻ്റെ മറവിൽ വൻ തരത്തിലുള്ള അഴിമതിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മാധ്യമങ്ങളടക്കമുള്ളവരോടുണ്ട്, നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എക്കോ ടൂറിസം നമ്മളെ സംബന്ധിച്ച് വളരെ വിനോദസഞ്ചാര മേഖലയിലൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ കൊട്ടാരക്കരയിൽ ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ആ എക്കോ ടൂറിസത്തിൻ്റെ പേരിൽ യാതൊരു സംരക്ഷണവും നൽകാതെ ഇപ്പം വിനോദസഞ്ചാരികളടക്കം വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങളൊന്നും ഒരുക്കാതെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്ക് വ്യക്തമാകും. കാരണം എന്ന് വെച്ചാൽ ഏത് സ്ഥലത്തൂടെയും ആർക്കും വന്ന് കയറാൻ സാധിക്കും. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡൻസ് ഇല്ല, അതേപോലെ തന്നെ സംരക്ഷണ ഭിത്തികളില്ല. ഇത്തരത്തിൽ യാതൊരുവിധ സംവിധാനവും ഒരുക്കാതെയാണ് ഇവിടെ ഈ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള വർക്ക് നടക്കുന്നത്. നോക്കൂ, ഈ വർക്കിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ഒട്ടനവധി വില കൂടിയ മരങ്ങൾ ഇവിടുന്ന് മുറിച്ചു കടത്തപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പാറകൾ ഖനനം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സംരക്ഷിക്കേണ്ട രീതിയിൽ, കാരണം സംരക്ഷണ ഭിത്തി അടക്കമുള്ളത് നിർമ്മിച്ച് വേണം ഈ പദ്ധതി തുടങ്ങാനെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതെല്ലാം കാറ്റി പറത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഞങ്ങൾക്ക് പറയാനുള്ളത്, കാരണം ഈ എക്കോ ടൂറിസത്തിനൊന്നും BJP എതിരല്ല. അതേപോലെ തന്നെ പാറകൾ ഖനനം നടത്തുന്നു. അപ്പോൾ ഇതൊന്നും കണ്ടു നിൽക്കാൻ BJP കഴിയില്ല. ഇതിനൊക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.